പത്തനംതിട്ടയിൽ അയ്യപ്പ കോപം ഭയന്ന് LDF, തദ്ദേശത്തിലെ മികച്ച വിജയം ആവർത്തിക്കാൻ UDF, മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പ്രതീക്ഷയർപ്പിച്ച് BJP. ആറന്മുളയിൽ വീണ ജോർജിന് കാര്യങ്ങൾ എളുപ്പമല്ല. കോന്നി പിടിക്കാൻ അടൂർ പ്രകാശ് ഇറങ്ങിയേക്കും. പത്തനംതിട്ടയിൽ സർപ്രൈസ് ഒരുക്കാൻ BJPയും സജ്ജം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വീറും വാശിയും നിറഞ്ഞ ത്രികോണ പോരാട്ടത്തിന് വേദിയാകുന്ന ജില്ലകളിലൊന്ന് പത്തനംതിട്ടയാകും. ശബരിമല ഉൾപ്പെടെ കേരള രാഷ്ട്രീയത്തിൽ വലിയ ട്വിസ്റ്റുകൾക്കിടയാക്കുന്ന വിഷയങ്ങളുള്ള ജില്ലയാണ് പത്തനംതിട്ട. ആകെയുള്ള 5 നിയമസഭാ മണ്ഡലങ്ങളും ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ചിത്രം മാറി. 5 മണ്ഡലങ്ങളിലും UDF ആധിപത്യം സ്ഥാപിച്ചത് പിണറായി സർക്കാരിനുള്ള അപായമണിയായി വേണം വിലയിരുത്താൻ. അതേസമയം മാറുന്ന കേരള രാഷ്ട്രീയ സമവാക്യങ്ങളിൽ ആറന്മുള, കോന്നി എന്നീ മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ ശക്തമായ വേരോട്ടമുള്ള BJPയും പത്തനംതിട്ടയിൽ അക്കൗണ്ട് തുറക്കാനുള്ള പരിശ്രമത്തിലാണ്. തദ്ദേശത്തിലെ പോലെ തന്നെ നിയമസഭയിലും ചർച്ചയാകുമെന്ന് കരുതുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള ജില്ലയിൽ CPMന് കനത്ത വെല്ലുവിളി തന്നെയാണ്. CPM ജില്ലാ കമ്മിറ്റി അംഗമായ A. പത്മകുമാർ സ്വർണ്ണക്കൊള്ള കേസിൽ ജയിലിലായത് CPMന് ഇരട്ട പ്രഹരമാണ്. അതേസമയം പാർട്ടിക്ക് ഇപ്പോഴും ജില്ലയിൽ ആത്മവിശ്വാസത്തിന് കുറവൊന്നുമില്ല. സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറന്മുള നിയോജക മണ്ഡലത്തിൽ നിന്നും വീണ ജോർജും കോന്നി നിയോജക മണ്ഡലത്തിൽ നിന്നും KU ജനീഷ് കുമാറും വീണ്ടും മത്സരിക്കുമെന്ന് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം വ്യക്തമാക്കിയത് ഭരണവിരുദ്ധ വികാരമില്ലെന്ന പാർട്ടിയുടെ ആത്മവിശ്വാസത്തിന്റെ തെളിവാണ്. ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ നിന്നുള്ള 5 MLAമാരും മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്നും അക്കാര്യത്തിൽ തങ്ങൾക്ക് ഒരു സംശയവും ഇല്ലെന്നുമാണ് സെക്രട്ടറിയുടെ നിലപാട്. ജില്ലയിലെ അടൂർ, ആറന്മുള, കോന്നി, തിരുവല്ല, റാന്നി ഉൾപ്പെടെ 5 മണ്ഡലങ്ങളിലും LDF ആണ്. ഇതിൽ ആറന്മുളയും കോന്നിയുമാണ് CPM സീറ്റുകൾ. UDF കോട്ടയായിരുന്ന പത്തനംതിട്ട ജില്ലയിലെ 5 മണ്ഡലങ്ങളും LDF പിടിച്ചെടുക്കുകയായിരുന്നു. ഇക്കുറി 5 മണ്ഡലങ്ങളും തിരിച്ചു പിടിക്കുമെന്നാണ് വയനാട്ടിൽ നടന്ന കോൺഗ്രസിന്റെ ലക്ഷ്യ ക്യാമ്പിൽ നേതൃത്വം വിലയിരുത്തിയത്. തദ്ദേശത്തിൽ നേടിയ മേൽക്കൈ നിയമസഭയിലും ആവർത്തിക്കാനാണ് UDFന്റെ ശ്രമം. ഓർത്തഡോക്സ് സഭ നായർ വോട്ടുകൾ നിർണായകമായ ആറന്മുള മണ്ഡലത്തിൽ KPCC ജനറൽ സെക്രട്ടറിമാരായ P. മോഹൻരാജ്, പഴകുളം മധു, യൂത്ത് കോൺഗ്രസ് നേതാവ് എബിൻ വർക്കി എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത്. കോന്നിയിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രഥമ പരിഗണന MP കൂടിയായ അടൂർ പ്രകാശിനാണ്. MPമാർക്ക് നിയന്ത്രണം വരികയോ അദ്ദേഹം സ്വയം പിന്മാറുകയോ ചെയ്താൽ മറ്റൊരു സാധ്യത DCC പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിലിനാണ്. അടൂരിൽ പന്തളം സുധാകരനാണ് സാധ്യതയെന്നാണ് റിപ്പോർട്ടുകൾ. മുൻ MP രമ്യ ഹരിദാസ്, പ്രാദേശിക നേതാവ് ബാബു ദിവാകരൻ എന്നിവരും പട്ടികയിലുണ്ട്. തിരുവല്ലയിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ജോസഫ് M. പുതുശ്ശേരിയുടെ പേരാണ് ഉയർന്നുവരുന്നത്. റാന്നിയിൽ KPCC അംഗം അഡ്വക്കേറ്റ് K. ജയവർമ്മയ്ക്കാണ് മുൻഗണന. KPCC ജനറൽ സെക്രട്ടറി റിങ്കു ചെറിയാന്റെ പേരും ഉയർന്നു വരുന്നുണ്ട്. ആറന്മുളയിലും കോന്നിയിലും കരുത്തു തെളിയിച്ച് പത്തനംതിട്ടയിലും നേട്ടം കൊയ്യാനാണ് BJP നേതൃത്വത്തിന്റെ പരിശ്രമം. ഇതിനായി പ്രമുഖരെ തന്നെ കളത്തിലിറക്കാനാണ് BJPയുടെ നീക്കം. ഏറെ പ്രതീക്ഷയുള്ള ആറന്മുള മണ്ഡലത്തിൽ കുമ്മനം രാജശേഖരനാണ് സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. കോന്നിയിൽ NDAയിൽ BDJS സീറ്റ് ചോദിക്കുന്നതായാണ് വിവരം. സീറ്റ് നൽകുകയാണെങ്കിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. പത്മകുമാറിനാണ് സാധ്യത. BJPക്ക് നിർണായക സ്വാധീനമുള്ള തിരുവല്ലയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയെ പരിഗണിച്ചേക്കുമെന്നും സൂചനയുണ്ട്. റാന്നിയിൽ BJP ജില്ലാ സെക്രട്ടറി ഷൈൻ G. കുറുപ്പിനാണ് സാധ്യത. ഇങ്ങനെ പത്തനംതിട്ടയിൽ വിജയ സാധ്യതയുള്ള മികച്ച സ്ഥാനാർത്ഥികളെ തന്നെയാണ് LDFും UDFും NDAയും പരിഗണിക്കുന്നത്.